സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റിയും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഹരിപ്പാട് ഏരിയ കമ്മിറ്റിയും സംയുക്തമായി ആയുർ സൗഖ്യം 2025 എന്ന പേരിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. മുട്ടം സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റിയും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഹരിപ്പാട് ഏരിയ കമ്മിറ്റിയും സംയുക്തമായി മുതിർന്ന പൗരന്മാർക്കായി ആയുർ സൗഖ്യം 2025 എന്ന പേരിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചേപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ മുട്ടത്ത് പ്രവർത്തിച്ചു വരുന്ന പകൽ വീട് അംഗങ്ങൾക്കും പ്രദേശവാസികൾക്കുമായി കഴിഞ്ഞ 100 മാസങ്ങളായി നടത്തിവരുന്ന സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന്റെ 101ാമത് ക്യാമ്പിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർച്ചയായി 101 മാസം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 9 വർഷത്തിനടുത്താണ്. 9 വർഷത്തിനടുത്ത് ഒരു സംഘടനക്ക് ഇതുപോലെ ഒരുക്കാൻ സാധിക്കുന്നത് തന്നെ അതിൻ്റെ പിന്നിലെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുകയാണ് കേരള നിയമസഭയ്ക്ക് വേണ്ടി. കാരണം മുടങ്ങാതെ നടത്തുക. ചിലത് ആരംഭശൂരത്തുണ്ടാവും. ഒരു ആവേശത്തിൽ അങ്ങ് എടുക്കുക, 1 നടത്തി 2 നടത്തി 3 നടത്തി പിന്നെ ക്യാമ്പും ഉണ്ടാവില്ല, ഒരു കുന്തവും ഉണ്ടാവില്ല. ഇതങ്ങനെയല്ല. 101 മാസം ശ്രീ ജോൺ തോമസും ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയുടെയും ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും രാഷ്ട്രീയത്തിനപ്പുറത്ത് യോജിപ്പിച്ചു നിർത്താൻ ഈ സാന്ത്വനം ട്രസ്റ്റിന് കഴിഞ്ഞു. രമേശ് ചെന്നിത്തല MLA അധ്യക്ഷത വഹിച്ചു. രക്തപരിശോധന, അസ്ഥി സാന്ദ്രതാ പരിശോധന, ഉദരരോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, നേത്ര രോഗങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങളിലാണ് ക്യാമ്പിൽ പരിശോധന നടത്തിയത്. ആയുർവേദ രംഗത്തെ വിദഗ്ധ ഡോക്ടർമാർ രോഗികൾക്ക് സൗജന്യ സേവനവും മരുന്ന് നൽകി. സമ്മേളനത്തിൽ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ വിഷ്ണു നമ്പൂതിരി, സാന്ത്വനം പ്രസിഡന്റ് ജോൺ തോമസ്, ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK വേണുകുമാർ, K വിശ്വപ്രസാദ്, G ഉണ്ണികൃഷ്ണൻ, D കൃഷ്ണകുമാർ, ഡോക്ടർ പ്രസന്നൻ, ഡോക്ടർ സൽമാൻ, ലാലി ആർ പിള്ള, K ശശാങ്കൻ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും കർക്കിടക കഞ്ഞിയും കഞ്ഞിക്കിറ്റും വിതരണം ചെയ്തു. CDNet ന്യൂസ്, കായംകുളം.